നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവർ തർക്കം, നടുറോഡിലുണ്ടായ തർക്കം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. മെമ്മറി കാർഡ് കാണാതെ പോയതും ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റവും അടിക്കടി ആരോപണങ്ങളായി രംഗത്ത് വന്നതുമൊക്കെ മേയറെ വലിയ രീതിയിൽ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ ഇതാ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ മേയർക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുകയാണ്. രൂക്ഷ വിമർശനമാണ് മേയർക്കെതിരെ ഉയർന്നിരിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെയാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ശക്തമായിരിക്കുന്നത്. മേയറുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചതായി വിമർശനം ഉയർന്നിരിക്കുന്നു. ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വിമർശനവും നിഗമനവും ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കൈവരിച്ച വളർച്ചയും CPM യോഗം പരിശോധിക്കുകയുണ്ടായി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിച്ചതാണ് പരിശോധിച്ചത്. BJP വളർച്ച തടയാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായി. ശനിയാഴ്ച ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. എന്നാലും യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും സഞ്ചരിച്ച കാർ കുറുകെയിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങളടങ്ങിയ ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. അതിനിടെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നതിനും കുടുംബം പട്ടിണിയാക്കാതിരിക്കാനും ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ നേരിൽ കണ്ട് പരാതി നൽകി KSRTC ഡ്രൈവർ യേതു. കേശവദാസപുരം കഴിഞ്ഞ് 15ഓളം യാത്രക്കാരുമായി പട്ടം ജംഗ്ഷനിൽ ആളെ ഇറക്കുമ്പോൾ ഒരു വാഗണാർ കാർ ബസ്സിനെ തട്ടാൻ വരികയും ഡ്രൈവർ എന്നുള്ള നിലയിൽ എന്റെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റാത്ത വിധം പട്ടം മുതൽ പാളയം വരെ തടസ്സപ്പെടുത്തുകയും സാഫല്യ കോംപ്ലക്സിന് മുന്നിലുള്ള ട്രാഫിക് സിഗ്നലിൽ ഗ്രീൻ സിഗ്നൽ ആയപ്പോൾ വാഹനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്ന സമയം വാഹനത്തിലുള്ള യാത്രക്കാരെയും തന്നെയും സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം പരാതിയിൽ പറയുന്ന 5 പേരും പരസ്പരം ആലോചിച്ച് ഉറപ്പുവരുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ബസിന്റെ കുറുകെ വാഹനമിടുകയും കാറിൽ നിന്നും ഇറങ്ങി വന്ന് ബസ്സിൽ നിന്നും തന്നെ ഇറങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നും ഡ്രൈവർ സീറ്റിന്റെ ഡോർ ബലം പ്രയോഗിച്ച് തുറന്നതിന് ശേഷം ബസ്സിൽ അതിക്രമിച്ച് കയറി ബസ്സിനകത്തിരിക്കുകയും തന്നെ ഭീഷണിപ്പെടുത്തി സർവീസ് നടത്തിവന്ന ബസ്സിന്റെ സർവീസ് മതിയാക്കി സൈഡിലേക്ക് ഒതുക്കാൻ ആവശ്യപ്പെടുകയും ഉണ്ടായതായി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കന്റോൺമെന്റ് SHOയ്ക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശാനുസരണം പ്രതികൾക്കെതിരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ FIR ഇടുകയും പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി വരികയുമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നാളിതുവരെ ഒരു കേസിൽ ശിക്ഷിക്കുകയോ ജയിൽവാസം അനുഭവിക്കുകയോ താൻ കുറ്റക്കാരനാണെന്ന് കണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല. തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങളും ആത്മാർത്ഥമായും സുതാര്യമായും ഇടപെടുന്ന നല്ലൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഉന്നയിക്കുന്ന ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഇടപെടുകയും തൊഴിലാളികളുടെ പക്ഷത്തിനും അവരുടെ ഒത്തൊരുമയ്ക്കും KSRTCയുടെ ഐക്യത്തിനും വേണ്ടി ഇതൊരു മാതൃകയായി കണ്ട് ജോലിയിൽ തിരിച്ചെടുക്കണമെന്നുമാണ് യദു ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും യദുവിൻ്റെ പരാതിയിൽ എന്ത് നിലപാടുണ്ടാകുമെന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. എന്തായാലും വലിയൊരു വിവാദമായൊരു സംഭവം തന്നെയാണ് ഈ KSRTC മേയർ നടുറോഡിലെ തർക്കം. മെമ്മറി കാർഡിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെ നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചു എന്നതടക്കമുള്ള ആരോപണമൊക്കെ മേയർ ഡ്രൈവർക്കെതിരെ ഉന്നയിച്ചിരുന്നു. എന്തായാലും മേയറുടെ ചില പ്രവൃത്തികൾക്കെതിരെ ഇപ്പോൾ CPM തന്നെ വിമർശിക്കുന്ന ഒരു ഘട്ടം, ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.